ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യാത്രയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഗ്രാമത്തിലാണ്. കൊല്ലങ്കോട് ഗ്രാമത്തിലേക്കുള്ള പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 10 ഗ്രാമങ്ങളുടെ പട്ടികയിലെ 4ാം സ്ഥാനത്തുള്ള സുന്ദര ഗ്രാമ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാനിപ്പോൾ പാലക്കാട് ജില്ലയിലെ പ്രസിദ്ധമായ കൊല്ലങ്കോട് ഗ്രാമത്തിലാണുള്ളത്. മനസ്സിനും ശരീരത്തിനും കുളിർമയുള്ള നല്ല ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ആ ദൃശ്യങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവരും കൂടെ ഉണ്ടാവണം. തനി നാടൻ ഗ്രാമ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെ വിശാലമായ നെൽവയലുകൾ, കരിമ്പനക്കൂട്ടങ്ങൾ, സുന്ദരമായ ദൃശ്യങ്ങളാണ്. മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്ന സുന്ദരമായ ഗ്രാമക്കാഴ്ചകൾ. ഇത് നസർബാത്ത് എന്ന ഒരു തരം നെൽച്ചെടിയാണ്. ഇത് സാധാരണയായിട്ട് മഹാരാഷ്ട്രയിൽ ആണ് കൃഷി ചെയ്തു വരുന്നത്. നല്ല കറുപ്പ് നിറമുള്ള നെല്ലോലയാണ്. ഇതിൻ്റെ അരിക്ക് 1 കിലോയ്ക്ക് 500 രൂപയാണ്. ഇതിവിടെ സ്റ്റാളിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് പ്രശസ്തമായ പെരിങ്ങാട്ടുശ്ശേരി കളം. ഇവിടെയാണ് നെല്ലും ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. നമ്മുടെ വയലിൽ നിന്നും നെല്ല് മൂർന്നെടുത്തിട്ട് ധാന്യമാക്കി ഇവിടെയാണ് സൂക്ഷിക്കാറുള്ളത്. ഒരു ചെറിയ പാറക്കെട്ടിന് മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്കതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. കൃഷി ധാന്യങ്ങൾ അളക്കുവാനും അതിനൊക്കെ ഉപകരിക്കുന്ന സാധനങ്ങളാണ്. കൊട്ടകളും വട്ടികളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതിനുള്ളിൽ നല്ല തണുപ്പാണ്. പുറത്ത് നല്ല ചൂടാണെങ്കിലും ഉള്ളിൽ നല്ല തണുപ്പാണ്. നെല്ല് മൂരാനൊക്കെ ഉപയോഗിക്കുന്ന അരിവാളാണിത്. പിന്നെ കുറച്ച് നീളമുള്ള ടൈപ്പ് കൊടുവാള്. കൃഷിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്, കൃഷി ഉപകരണങ്ങൾ. ഹായ്, നമസ്കാരം. ശ്യാമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കളപ്പുരയുടെ പെരിങ്ങോട്ടുശ്ശേരി കളം, അതായത് കൊല്ലങ്കോട്ടുള്ള ലാൻഡ്മാർക്കുകളിൽ ഒന്നായിട്ടുള്ള പെരിങ്ങോട്ടുശ്ശേരി കളത്തിൻ്റെ ഓണേഴ്സായിട്ടുള്ള നമ്മുടെ സ്വന്തം കൃഷ്ണൻകുട്ടി ചേട്ടനെയും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെയും കൂടെയാണ്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കൊല്ലങ്കോട്ടിലെ പെരിങ്ങാട്ടുശ്ശേരി കളത്തിൻ്റെ ഓണേഴ്സായിട്ടുള്ള കൃഷ്ണൻകുട്ടി ചേട്ടനും അദ്ദേഹത്തിൻ്റെ വൈഫാണുള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട്, ചേട്ടൻ എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നത്? ഇവിടെ വന്നിട്ട് 35 കൊല്ലമായി താമസം തുടങ്ങിയിട്ട്. കൃഷി നടക്കാൻ തുടങ്ങിയിട്ട് 65 വർഷമായി അല്ലേ? 65 വർഷമായി. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസമൊക്കെ? ഇഷ്ടമായോ? കുഴപ്പമില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഇഷ്ടപ്പെടുന്നതിന് നല്ല പ്രകൃതി, ജീവിക്കും വേണ്ടേ. ഈ കാണുന്നതൊക്കെ ഞങ്ങൾ വച്ച് പിടിപ്പിച്ചതാണ്. മാവ്, തെങ്ങ് ഇതൊക്കെ വച്ച് പിടിപ്പിച്ചതാണ്. ഈ കളത്തിന്റെ പിൻഭാഗത്ത് മുഴുവനും മാവിൻ തോട്ടങ്ങളും തെങ്ങ്, നെല്ല് ഒക്കെയാണ്. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ആണ്. ദൈവത്തിന്റെ
ഒരു വരദാനം പോലെയുള്ള ഈ സ്ഥലത്ത് ജീവിക്കാൻ പറ്റിയ കൃഷ്ണൻകുട്ടി ചേട്ടനും അദ്ദേഹത്തിന്റെ പ്രിയ പത്നിക്കും എന്താ പറയാ, ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. അങ്ങനെ നമ്മൾ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ബൈക്ക് കയറി ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട ലക്ഷ്യമാക്കി പോവുകയാണ്. ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥയൊക്കെ കുറച്ച് മോശമാണ്. അതുകൊണ്ട് തന്നെ തുള്ളിത്തെറിച്ചാണ് പോകുന്നത്. നിറയെ ആളുകളാണ് ഇവിടെ ഗ്രാമഭംഗി ആസ്വദിക്കാൻ നിൽക്കുന്നത്. ഹായ്, അങ്ങനെ നമ്മൾ കൊല്ലങ്കോടിൻ്റെ ലാൻഡ്മാർക്കായിട്ടുള്ള ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയുടെ മുന്നിലാണുള്ളത്. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ചായക്കട. അപ്പോൾ നമുക്ക് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയുടെ വിശേഷങ്ങളിലേക്ക് ഉള്ളിലോട്ട് പോവാം. വെൽക്കം. നല്ല ഗ്രാമീണ കാഴ്ചകളാണ്. നമ്മൾ കണ്ടു മറന്നുപോയ അല്ലെങ്കിൽ കാണാൻ കൊതിക്കുന്ന നിരവധി കാഴ്ചകൾ അതുമാത്രമല്ല, നമ്മൾ നിരവധി വീഡിയോകളിൽ കണ്ടിട്ടുള്ള ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയാണിത്. പനയോല കൊണ്ട് മേഞ്ഞ മേൽക്കൂരയും അതിസുന്ദരമായ ഒരു കുഞ്ഞു ചായക്കട. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നമുക്ക്. ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിലാണ്. കൊല്ലങ്കോട് നമ്മുടെ ചങ്ക് ബ്രോ ചന്ദ്രു ആണ് എൻ്റെ കൂടെയാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് അടുത്ത വിഷനിലേക്ക് പോവാണ്. നമുക്ക് ചെല്ലൻ ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, ആദ്യം ചായ കുടിക്കാം. ഹായ്, നമസ്കാരം. കൊല്ലങ്കോടിന് ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിലാണ്. ചെല്ലൻ ചേട്ടനെ പോലെ തന്നെ അതിമനോഹരമായ ഒരു ചായ. അടിപൊളി ചായ, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഒരു പ്രധാന സംഭവമാണിത്, പരിപ്പ് വട. ഇതും കൊല്ലങ്കോടിൻ്റെ ഒരു സ്പെഷ്യലാണ്. അപ്പം ഇവിടെ വരുന്ന എല്ലാവരും എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വരണം എന്നുള്ളത്, ഈ ഒരു ചായയും ഈ ഒരു പരിപ്പ് വടയും അത് കൊല്ലങ്കോടിൻ്റെ ഒരു ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ടേസ്റ്റ് ചെയ്യണം. നമ്മുടെ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിലാണ്. ചേട്ടൻ എത്ര വർഷമായി ചായക്കട തുടങ്ങിയിട്ട്? ചായക്കട തുടങ്ങിയിട്ട് ഞാൻ 48 വർഷമായി. 48 വർഷമായി. പക്ഷേ ഇതിന്റെ പഴക്കമെല്ലാം വന്നിട്ട് അതിന്റെ ഒരു 67 വർഷമാവും. ഈ ഭിത്തിയൊക്കെ ഒരു 67 വർഷത്തെ പഴക്കമുണ്ടല്ലേ? ഓക്കെ ഓക്കെ. മുമ്പൊക്കെ ചെല്ലൻ ചേട്ടന്റെ ചായക്കടയിൽ ഒരു പ്രൈസ് മെനു ഉണ്ടായിരുന്നു, അതായത് വില ഒരു പട്ടിക ഉണ്ടായിരുന്നു. ഒന്ന് കാണിക്കാവോ ചെല്ലൻ ചേട്ടാ? ആ, കണ്ടില്ലേ, ചായ 20 പൈസയാണ്, ദോശ 50 പൈസയാണ്, കായപ്പ 50 പൈസയാണ്. അപ്പോൾ ഈ ഒരു വിലക്കായിരുന്നു ചെലപ്പൻ ചേട്ടൻ ചായയും പലഹാരങ്ങളും വിറ്റുകൊണ്ടിരുന്നത്. അപ്പം അത്രത്തോളം പഴക്കവും പെരുമയുള്ള ഒരു ചായക്കടയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അപ്പം അത്രയും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളോളം നിലനിന്ന ഈ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുകയും ഈ ഗ്രാമഭംഗി അതിൻ്റെ എല്ലാ വശ്യതയോടും നമുക്ക് നുകരാൻ പറ്റിയതുകൊണ്ടും നമുക്ക് ഈ ഒരു യാത്ര തുടരുകയാണ്. ഇതാണ് ചിങ്ങൻചിറ. നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെയുള്ള ഒരു സുന്ദരമായ പ്രദേശമാണിത്. ദൂരെ പാറക്കെട്ടുകൾ, നനഞ്ഞ പാറക്കെട്ടുകളിലെ സൂര്യപ്രകാശമേറ്റ് തിളങ്ങി നിൽക്കുന്നൊരു സുന്ദര ദൃശ്യമാണിത്. എന്ത് രസമാണെന്നറിയോ? വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്.
നമ്മുടെ ജീവിത തിരക്കുകളിൽ നിന്നൊക്കെ ഒരു റിലാക്സിനൊക്കെ വേണ്ടിയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. നിരവധി സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലമാണ് ചിങ്ങഞ്ചിറ. കറുപ്പസ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഈ ഒരു പ്രകൃതി ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല തണുപ്പുള്ള ഒരു പ്രദേശമാണ്. പൊതുവെ കൊല്ലങ്കോട്ട് നല്ല ചൂടാണ്. പക്ഷേ ഇതിനകത്ത് ഈ ഒരു സ്ഥലത്ത് നല്ല തണുത്ത അന്തരീക്ഷമാണ്. എന്ത് രസമാണ് ആ വൃക്ഷങ്ങളുടെയൊക്കെ വേരുകൾ താഴത്തോളം തൂങ്ങിക്കിടക്കുന്ന ആ ഒരു മനോഹരമായ ദൃശ്യം. കൂടാതെ ഭക്തജനങ്ങൾ ഇവിടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം ആലിലേക്ക് കെട്ടിയിട്ട് കുറേ സാധനങ്ങൾ, കാറുണ്ട്, വീടുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാം. നിരവധി വീഡിയോകളിൽ നമ്മൾ കണ്ട മനോഹരമായ ആ വീടാണിപ്പോൾ എൻ്റെ പിന്നിലുള്ളത്. ഈ വയലേലകൾക്ക് നടുവിലായിട്ടുള്ള ആ കുഞ്ഞു വീട്, നമുക്കതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം. ഇതൊരു അടാറ് വൈബ് കേട്ടോ, ഒരു രക്ഷയില്ല. ഒരു ചായയുടെ കൂടെ നമ്മുടെ നെല്ലിയാമ്പതി മലയും കൊല്ലങ്കോട് പാടങ്ങളും, അതിമനോഹരമായ കാഴ്ച. ഹായ്, അങ്ങനെ നമ്മൾ കൊല്ലങ്കോടുള്ള യാത്രയിൽ പോകുന്ന വഴിയിൽ ഒരു നല്ലൊരു കള്ള് ഷാപ്പ് കണ്ടു. ഇവിടെ നല്ല നാടൻ പനങ്കളൊക്കെ കിട്ടും, അതിൻ്റെ കൂടെ തന്നെ നല്ല ഭക്ഷണം കിട്ടും. അപ്പോൾ നമുക്ക് ആ കള്ള് ഷാപ്പിലെ കാര്യങ്ങളൊന്ന് കാണാം. ഇതാണ് ആ കള്ള് ഷാപ്പ്. നമുക്കതിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഇദ്ദേഹമാണ് നമ്മുടെ കള്ള് ഷാപ്പിൻ്റെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചേട്ടാ, നല്ല പനങ്കള്ള് കിട്ടില്ലേ? നല്ല പനങ്കള്ള് കിട്ടും. ഓക്കെ. ഓക്കെ. അപ്പോൾ നല്ല പനങ്കള്ള് 2 കുപ്പി എടുത്ത് വെക്കൂ. അപ്പം നമ്മൾ പനങ്കള്ളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണേ. ഞാൻ ഇതുവരെ പനങ്കള്ള് ടേസ്റ്റ് ചെയ്തിട്ടില്ല. കൊല്ലങ്കോട് യാത്രയിൽ വളരെ അവിചാരിതമായിട്ട് വളരെ നല്ലൊരു ഭക്ഷണം കിട്ടിയ ഒരു സ്ഥലമാണ്. മറ്റെവിടെയല്ല, കള്ള് ഷാപ്പാണ്. നമുക്ക് ഉച്ചഭക്ഷണം കിട്ടി, മാത്രമല്ല നല്ല പനങ്കള്ള് കിട്ടി. കള്ള് ലഹരിക്ക് വേണ്ടി കഴിച്ചതല്ല, അതിന് ടേസ്റ്റ് അറിയാൻ വേണ്ടി കഴിച്ചതാണ്. കൂടെ നമ്മുടെ ഇതിൻ്റെ മാനേജർ, അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നല്ല ഭക്ഷണം കഴിച്ചു.
നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, മത്സ്യത്തിന് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും ഇദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ കയറാം. നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഈ വഴി പോകുന്നവർ എന്തായിട്ടും ഇവിടെ കയറണം, ടേസ്റ്റ് ചെയ്യണം. ഓക്കെ. അങ്ങനെ നമ്മുടെ യാത്ര സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് നിൽക്കുവാണ്. ഇനി ഇവിടുന്ന് നേരെ താഴോട്ട് ഇറങ്ങണം. കുറച്ച് ശ്രദ്ധിച്ചിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാറക്കെട്ടുകളാണ്. താഴെ നമുക്ക് സീതാർകുണ്ട് വെള്ളച്ചാട്ടം, അതിൻ്റെ ഒരു താഴ്ഭാഗമാണിത്. നല്ല തെളിമയുള്ള വെള്ളമാണ്, തെളിഞ്ഞ വെള്ളം. നെല്ലിയാമ്പതി മലനിരകളിൽ നിന്ന് ഉദ്ഭവിക്കുന്നതാണ് ഈ ഒരു വെള്ളച്ചാട്ടം. നല്ല ഔഷധ ഗുണമുള്ള വെള്ളമാണ്. നമുക്ക് കാണാം പതഞ്ഞൊഴുകി വരുന്ന ഈ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം. ഇവിടുന്ന് നേരെ മുകളിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ പ്രധാന പോയിന്റ്. നല്ല തെളിമയുള്ള വെള്ളത്തിൽ ആടിത്തിമർക്കുകയാണ് കുട്ടികളും മുതിർന്നവരൊക്കെ. നല്ല തണുത്ത വെള്ളമാണ്. ആ ഒരു എന്താ പറയുക, പതഞ്ഞൊഴുകി വരുന്ന വെള്ളത്തിൻ്റെ മുന്നിൽ സർവ്വം മറന്നുകൊണ്ട് അങ്ങനെ ഉല്ലസിക്കുകയാണ് ഇവിടുത്തെ. കുറേ കുട്ടികളുണ്ട്, മുതിർന്നവരൊക്കെ ഉണ്ട്. ഹൃദയം, കുഞ്ഞിരാമായണം എന്ന സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വാമല ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു അമ്പലം. പല്ലാവൂർ എന്ന സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10 ഗ്രാമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്രയും വിശാലമായ ഒരു കാഴ്ചയാണ്. വളരെ സുന്ദരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം 6 മണിയോട് അടുത്ത് നിൽക്കുന്ന സമയമാണ്. തണുത്ത കാറ്റുണ്ട്. ഇതാണ് ആ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം വാമല. നല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.